ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു സ്ഥലത്തുണ്ടായ ഒരു അപകടത്തെക്കുറിച്ചാണ്. അപകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സ്വപ്നമാണ്, ഒരു നല്ലൊരു വീട് വേണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. അതുപോലെ ഒരു കുടുംബം അവർ എനിക്ക് തോന്നുന്ന ഒരു പുറത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ നാട്ടിലൊരു നല്ലൊരു വീട് വെച്ചു. അത്യാവശ്യം നല്ല ഒരു വീടാണ് വെച്ചത്. അപ്പോൾ 1.5 വർഷമായി ആ ഒരു വീട് വെച്ചിട്ട്. അപ്പോൾ അതിന് ബാത്റൂമും കാര്യങ്ങളും ഇപ്പം നമുക്കറിയാം, ഇപ്പോഴത്തെ വീടുകളിലൊക്കെ നല്ല നല്ല അടിപൊളി വീടുകളായിരിക്കും. അതിപ്പോൾ കാശുള്ളവരുടെ വീടാണെങ്കിൽ പറയേ വേണ്ട, ഫുള്ള് ടൈലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ബാത്റൂമിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിലുള്ള എല്ലാ ഐറ്റംസും നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ കോഴിക്കോടുള്ള ഒരാള് പുള്ളിയുടെ ഭാര്യയ്ക്കുണ്ടായ ഒരു അപകടത്തെ പറ്റി പറയുകയാണ്. അത് പറയുന്നത് ഇങ്ങനെയാണ്: 16 വർഷമായിട്ട് ഒരുമിച്ച് താമസിക്കുന്ന ഭാര്യയും ഭർത്താവും 2 മക്കളാണുള്ളത്. 14ഉം 11 വയസ്സുള്ള 2 ആൺകുട്ടികളാണുള്ളത്. അപ്പം അങ്ങനെ ഇവർ 1.5 വർഷത്തോളമായി ആ ഒരു വീട് വെച്ചിട്ട് ആ ഒരു വീട്ടിൽ സന്തോഷവും സമാധാനത്തോടു കൂടിയൊക്കെ ജീവിച്ച് വരികയായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാര്യ ബാത്റൂമിൽ പോകുന്ന സമയത്ത്, ബാത്റൂം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു മോഡൽ ഉണ്ടല്ലോ, നമ്മുടെ യൂറോപ്യൻ പോലെ തന്നെയുള്ള വോൾ ക്ലോസറ്റ്, അതായത് ഭിത്തിയിൽ വെക്കുന്ന രീതിയിലുള്ള ഒരു തരം ക്ലോസറ്റ് ഉണ്ട്. ഞാനത് കണ്ടിട്ടില്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. ഇപ്പോൾ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ളൂ, അല്ലാതെ നമ്മളത് ഉപയോഗിച്ചിട്ടൊന്നുമില്ല. കണ്ടിട്ടുണ്ട്, ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലാതെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു ക്ലോസറ്റാണ് അവരുടെ വീട്ടിൽ ബാത്റൂമിലൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ബാത്റൂമിൽ കയറിയപ്പോഴത്തേക്കും ആ ഒരു വോൾ ക്ലോസറ്റ് ഇടിഞ്ഞ് താഴത്തേക്ക് വീഴുകയും അത് താഴെ വീണ് പൊട്ടി അതിൻ്റെ കഷ്ണങ്ങൾ ആ ഒരു സ്ത്രീയുടെ തുടയിലും വയറിലും ഒക്കെ കുത്തി കയറി അവരവിടെ ചോര വാർന്ന് മരിക്കുകയായിരുന്നു. അപ്പോൾ ഭർത്താവ് വീട്ടിലില്ലായിരുന്നു, ജോലി സംബന്ധമായിട്ട് പുറത്ത് പോയിരുന്നു. കുട്ടികളാണെങ്കിൽ പുറത്ത് കളിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ മരിച്ചത് ആരും അറിഞ്ഞില്ല. അപ്പോൾ ആ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരുപാട് അവരുടെ ഒരു ആഗ്രഹമായിരുന്നായിരിക്കണം ഒരു നല്ലൊരു വീട് എന്നൊക്കെയുള്ളത്. അവരുടെ എന്നല്ല, നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണല്ലേ, നല്ലൊരു വീട് വേണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം. അപ്പം അങ്ങനെ ഒരു ആഗ്രഹത്തിൽ അവർ വെച്ച വീട്, അതിലെ ബാത്റൂമും കാര്യങ്ങളെല്ലാം നല്ല രീതിയിലുള്ള പൈസകളൊക്കെ മുടക്കിയിട്ടാണ് ആ ഒരു ബാത്റൂമും സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ സെറ്റിങ്സ് ഒക്കെ ചെയ്തത്. പക്ഷേ എന്തോ അപ്പോൾ അങ്ങനെയുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അതിൻ്റെ ആ ഒരു കമ്പനികളോട് അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ അതിനെക്കുറിച്ച് തിരക്കിയിട്ടേ നമ്മൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ, അതായത് ബാത്റൂമിലുള്ള ഇങ്ങനെയുള്ള ഇതെല്ലാം സെറ്റ് ചെയ്യുമ്പോൾ അതറിയാവുന്നവർ കൊണ്ട് വേണം ഇതെല്ലാം സെറ്റ് ചെയ്യിപ്പിക്കാനും ഉള്ള കാര്യങ്ങളൊക്കെ, പ്ലംബിങ്ങും സംഭവങ്ങളൊക്കെ ചെയ്യിക്കാനും. അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ ഭയങ്കര സങ്കടത്തോടു കൂടി ഈ ഒരു മെസ്സേജ് നമുക്ക് പറഞ്ഞു തരാണ്. അതായത് ഇനിയെങ്കിലും ഇതുപോലുള്ള ക്ലോസറ്റുകൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ, നമ്മുടെ വീട്ടിലേക്ക് എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണങ്ങളും അല്ലെങ്കിൽ ദോഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി അറിഞ്ഞതിന് ശേഷം മാത്രമേ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വെക്കാവുള്ളൂ. അപ്പോൾ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ആ ഭർത്താവിന് ആ ഒരു ഭാര്യയെ നഷ്ടമായി, അതുപോലെ തന്നെ ആ കുട്ടികൾക്ക് അവരുടെ അമ്മയെ നഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയൊരു അപകടം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പോലെയുള്ള ഇനി ആൾക്കാർ അങ്ങനെയുള്ള പുതിയ വീടുകളൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ക്ലോസറ്റുകളൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വരായിക, അതായത് ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം ആ ഒരു കമ്പനി, നമ്മൾ ഏത് കമ്പനി എവിടെ നിന്നാണോ അത് വാങ്ങുന്നത് അവിടുന്ന് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാക്കി ചോദിച്ചിട്ട്, അതുപോലെ തന്നെ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ അത് അറിയാവുന്നവരെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കാം. ഒരു പക്ഷേ അത് ഫിറ്റ് ചെയ്തതിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കണം അങ്ങനെ സംഭവിച്ചത്. ഒരു പക്ഷേ അത് നല്ല രീതിയിൽ ചെയ്തിരുന്നുവെങ്കിൽ ആ ഒരു അപകടം ഉണ്ടാവില്ലായിരുന്നു, ആ ഒരു സ്ത്രീ മരിക്കില്ലായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു ഭർത്താവ് തന്നെ ഈ ഒരു മെസ്സേജ് മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യുകയാണ്. കാരണം ഇനിയും ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും മാക്സിമം ശ്രദ്ധിക്കുക. കാരണം ഇതുപോലുള്ള പുതിയ വീടുകളൊക്കെ വെക്കുമ്പോൾ നല്ല ബാത്റൂമിൻ്റെയൊക്കെയുള്ള ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഗുണങ്ങളും ദോഷങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി വ്യക്തമാക്കിയിട്ടേ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തവരാണെങ്കിൽ ചിലപ്പോൾ വലിയ മോടി കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മേടിച്ച് വെക്കുന്നത്. പക്ഷേ ഇതൊക്കെ മേടിച്ച് വെച്ച് ഉപയോഗിക്കാൻ തുടങ്ങി കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ അപകടങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ത്രീക്കുണ്ടായ അനുഭവം ഇനി മറ്റാർക്കും വരാതിരിക്കാനായിട്ട് എല്ലാവരും ഇതൊന്ന് നിങ്ങളുടെ അറിവിലേക്ക് ഒന്ന് എടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് തോന്നുവാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്. ഓക്കെ, ബൈ.